പരാതികളും പരിഭവങ്ങളൊന്നും ഇല്ലാതെ സുഗമമായി നടന്നു പോവുകയാണ് ഇത്തവണത്തെ IFFK. അപ്പോൾ ഇതിന് മുന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്, ഊർജ്ജസ്വലരായിട്ടുള്ള കുറച്ച് വളണ്ടിയേഴ്സ്. ഈ വളണ്ടിയേഴ്സിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. എൻ്റെ പേര് ബ്രയൻ. ഇത് എൻ്റെ സെക്കൻഡ് ടൈമാണ് വോളണ്ടിയറിങ് ചെയ്യുന്നത് IFFKക്ക്. അപ്പോൾ ഒരു വോളണ്ടിയർ എന്ന നിലയിൽ ഈ ഫെസ്റ്റിവൽ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പല ടൈപ്പ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഗസ്റ്റിനെ വണ്ടിയിൽ നിന്ന് തിയേറ്ററിലോട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഷോ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് ഒരു ക്യാബ് അറേഞ്ച് ചെയ്ത് അവരുടെ പ്ലേസ് ഓഫ് അക്കോമഡേഷനിൽ കൊണ്ടുപോകാം. പിന്നെ തിയേറ്റർ വോളണ്ടിയേഴ്സ് ആണെങ്കിൽ അവിടെ ഗസ്റ്റിന് വേണ്ടിയിട്ട് സീറ്റ്സ് റിസർവ് ചെയ്യുക. ഇതുപോലെ പല ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് IFFKയിൽ ചെയ്യുന്നത്. കറൻ്റ്ലി ഞാൻ പഠിക്കുകയാണ്. എൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ട്രാവൽ ഡെസ്ക്, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഡീൽ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഗസ്റ്റിന് കറക്റ്റ് ടൈമിൽ ക്യാബ്സ് പ്രൊവൈഡ് ചെയ്ത അങ്ങനെയുള്ളതാണ്. അവരെ ഒട്ടും ഡിലേ ചെയ്യാതെ അവർക്ക് മാക്സിമം പറ്റുന്ന ടൈമിൽ ക്യാബ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഞാനും ഫസ്റ്റ് ടൈമാണ് IFFKയിൽ. ഞാനും ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഡ്രൈവേഴ്സിനെല്ലാം ഷെഡ്യൂൾ ചെയ്യണം. പിന്നെ അതായത് ഹോട്ടൽസിൽ, തിയേറ്റേഴ്സിലേക്കൊക്കെ ഷെഡ്യൂൾ ചെയ്ത് മാറ്റണം. പിന്നെ ക്യാബിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ചില സമയത്ത് ട്രാഫിക്കൊക്കെ വരുമ്പം ചില ഡിലേ വരും, അല്ലാതെ പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ പേര് സായി ഗായത്രി. ഞാൻ IFFKയിൽ ഫസ്റ്റ് ടൈമും ILFKയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോട്ടൽ ഡെസ്ക് താജിലായിരുന്നു എൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ഇൻ്റർനാഷണൽ ഗസ്റ്റ് ആയിരുന്നു അവിടെ ജൂറി ആയിട്ട് വരുന്നവർ. ഇവിടെ കോമ്പറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ജൂറീസിന് ഉള്ള കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും, പിന്നെ അവർക്ക് വേണ്ട ഹോട്ടൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ആവശ്യം വരികയോ അല്ലെങ്കിൽ ഇവിടെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് സ്ക്രീനിങ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അവർക്ക് വേണ്ടി ഇമീഡിയറ്റ് കാര്യങ്ങളും, പിന്നെ ഒബ്വിയസ്ലി അവിടെ എല്ലാം ഇൻ്റർനാഷണൽ ഗസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ തമ്മിൽ ലാംഗ്വേജിൻ്റെ ഒരു ബാരിയർ ഉണ്ടെങ്കിൽ പോലും അത് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ ഓൺ ടൈം ചെയ്യേണ്ടതാണ്. എൻ്റെ പേര് ക്രിസ്റ്റീന. ഞാനിവിടെ ഗവൺമെൻറ് ലോ കോളേജിൽ ലോ സ്റ്റുഡൻ്റ് ആണ്, 4th ഇയർ. ഞാനിപ്പോൾ 3ാമത്തെ വർഷമാണ് വരുന്നത് IFFKയിൽ വോളണ്ടിയറിങ്ങിന്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ മെയിൻലി പല ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പം ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടാവും. അതല്ലാതെ നമുക്ക് അറിയത്തില്ലാത്ത ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ ബേസിക്സിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഗസ്റ്റ് ഉണ്ടാവും. അപ്പം ഇവരൊക്കെ നമ്മുടെ ഈ നാട്ടിലോട്ട് വന്നിട്ട് എങ്ങനെയാണ് അവർക്കുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ്. അപ്പം ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുന്ന തലേന്ന് തൊട്ടേ ഡ്യൂട്ടി ഉണ്ട്. അപ്പം അവരെ ആ ദിവസം തൊട്ട് അവർ പോകുന്നവരെ അവരുടെ കൂടെ ഇങ്ങനെ നടന്ന് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്ത് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു എക്സൈറ്റിംഗ് പാർട്ടാണ് ഈ ഫെസ്റ്റിവലിൻ്റെ. അതുപോലെ ഒരുപാട് നമുക്കിപ്പോൾ ഫിലിംസ് കാണാനുള്ള ഓപ്ഷൻ ഇല്ല, പക്ഷേ എന്നിരുന്നാലും ഇത്രയും ആൾക്കാർ ഫിലിം കാണാനായിട്ട് ഇതിനു വേണ്ടി വരുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. എൻ്റെ പേര് സഫ്ന. ഞാൻ MBA ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കുകയാണ് കാര്യവട്ടം ക്യാമ്പസിൽ. ഇങ്ങനെ വോളണ്ടിയറിങ്ങിന് വന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ കുറേ പേരൊക്കെ പരിചയപ്പെട്ടു. നൈസായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ സീറ്റ് വെച്ചേക്കും ജൂറിക്കായാലും. അപ്പം അത് ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർക്ക് മാർക്ക് കൊടുക്കാതിരിക്കാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് അത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും ഞങ്ങൾക്ക് പറയും, പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പറയാറുണ്ട്. പറ്റത്തില്ല സാർ, ഇതുകൊണ്ടാണെന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ പേര് സ്വർണ്ണമ്മയാണ്. ഞാൻ ഒരു 15 വർഷമായി വോളണ്ടിയറായിട്ട് ഈ ടാഗോർ തിയേറ്ററിലുണ്ട്. പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വയ്ക്കുകയാണെങ്കിൽ ഒരു 8 ദിവസം നല്ലപോലെ ഒന്ന് ആഘോഷിച്ചിട്ട് പോകാം. എല്ലാവരെയും കാണാം, കുറച്ച് എനർജി കിട്ടും. പല ആളുകളുമായിട്ടൊരു പരിചയവും ബന്ധവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. വോളണ്ടിയർ ചെയ്യേണ്ടത് അവർ ഓരോ സെക്ഷൻ കൊടുക്കും. ആ സെക്ഷനിൽ വരുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പം എക്സിബിഷനിൽ ആണെങ്കിൽ അവിടെ ഉള്ള പടങ്ങൾ ഏത് പടമാണ്, എന്താണ്, അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർ പറഞ്ഞു കൊടുക്കും. വരുന്നവരെ സ്വീകരിക്കുക. നമ്മുടെ വീട്ടിൻ്റെ ഒരു ആതിഥ്യം ഉണ്ടല്ലോ, ഒരാൾ വരുമ്പോൾ എങ്ങനെ ബുദ്ധിമുട്ട്. മുൻപൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും നല്ല പടങ്ങൾ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ കൂടും. ആ സമയത്ത് നമ്മൾ എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് കയറ്റി വിടാൻ നോക്കില്ല, സ്ഥലക്കുറവ് കാണും. അപ്പോൾ സീറ്റില്ലാത്തവർ കിടന്ന് ബഹളം വയ്ക്കും. പക്ഷേ അതെല്ലാം പരിഹരിച്ചൊക്കെ പോയിട്ടുണ്ട്. 8 മണിക്ക് ഉച്ചയ്ക്ക് 2 മണി വരെ ഒരു ഡ്യൂട്ടി, 2 മണി കഴിഞ്ഞിട്ട് രാത്രി 10 മണി വരെ ഒരു ഡ്യൂട്ടി. അപ്പോൾ ലേഡീസെല്ലാം 8 മണിയാകുമ്പോൾ പോകും.